Your name is Neha, isn't it? Okay. So congratulations, Neha, for engaging them without spirits. Because they were respecting the dancing lights of golden water in the crystal glass. But without that one, we have made them to dance with the words. Congrats. So, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് വോട്ട് ഓഫ് താങ്ക്സ് ആണോ അല്ലെങ്കിൽ ഫെലിസിറ്റേഷൻ ആണോ എന്നെനിക്ക് അറിഞ്ഞൂടെ. ഇൻ ബിറ്റ്വീൻ ദാറ്റ് വൺ. ഓക്കെ. ഈ ഒരു 2ാം വാർഷികത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരുപാട് യാത്രകളുടെ, ഒരുപാട് സ്വപ്നങ്ങളുടെ, ഒരുപാട് രാത്രിയിൽ ഉറക്കമൊഴിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. അതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ അനുമോദനങ്ങൾ. തീർച്ചയായും ഇതിലും കൂടുതൽ ഉയരത്തിലേക്ക് അടുത്ത വർഷം നമുക്ക് ചെയ്യാൻ സാധിക്കണം. ബിക്കോസ് ഓഫ് യുവർ പ്രസൻസ്, ബിക്കോസ് ഓഫ് യുവർ പെർഫോമൻസ്. സോ കൺഗ്രാറ്റുലേഷൻ ടു ഈച്ച് വൺ ഓഫ് ദ MH മെമ്പേഴ്സ് ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ചാൻസ് ടു അഡ്രസ് യു പീപ്പിൾ. ഒരിക്കലേ ഒരു നാട്യമ്പുറത്ത് ഒരു ചങ്ങാതി ഇങ്ങനെ ബെൻസ് കാറിൽ വന്നിക്കാണ്. Instant personal loan up to 10 lakh rupees. No queues, no forms, no wait. കണ്ടു നിന്ന ഒരു പയ്യന് അദ്ദേഹം ഒരു ലിഫ്റ്റ് കൊടുത്തു. ഈ ലിഫ്റ്റ് കൊടുത്തിട്ട് ഈ പയ്യൻ അതിനകത്ത് 2 തവണ യാത്ര ചെയ്തു. ഈ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ ഇവൻ ചോദിച്ചു, ഇത് ആരുടെ കാറാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇത് എൻ്റെ കാറാണ്. അപ്പൊ ഇത് അങ്കിൾ തന്നെ മേടിച്ചെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചു, എനിക്ക് ആ സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടുത്തി തരുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ചോദിച്ചു, നിനക്ക് കാറ് കിട്ടാനാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അതല്ല, ആ അങ്കിളിന്റെ ഫ്രണ്ടായ സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ എനിക്കും ആകണം, എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്ക് ഇതേമാതിരി ഒരു കാറ് മേടിച്ചു കൊടുക്കാൻ പറ്റണം. When Neha started the question super power എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് അതാണ്. I have to give something before getting it. My dear friends, they start the algorithm of referral, powerful referral system. Invariably, Mr. Shamir has pointed out that through a story, വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആദ്യം 2 റെഫറൻസ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, എനിക്ക് ഒരെണ്ണം തന്നൂടെ എന്നുള്ള ഒബ്ലിഗേഷൻസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, തരാൻ പാകത്തിന് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ പ്രവൃത്തികളും ഒരേപോലെ ഏകോപിപ്പിക്കപ്പെടുമ്പോൾ nobody can defeat us. അവിടെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വരുന്നത്. അത്തരം ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ആയിരിക്കണം ഒരു ബിസിനസ്സുകാരന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഏറ്റവും ആപ്തമായ ഒരു വാക്ക് ഒരു ബിസിനസ്സുകാരൻ മനസ്സിലേക്ക് കരുതുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആയിരിക്കണം, ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് ഓർ ബി എ ബ്രേക്ക്ഫാസ്റ്റ്. ലോകത്തിലെ ഏതൊരു ബിസിനസ്സുകാരനെയും മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു വാചകമാണ്, മീൻസ് എഴുത്തുകാരൻ്റെ ആണ്. ദാറ്റ് ഈസ് ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് ഓർ ബി എ ബ്രേക്ക്ഫാസ്റ്റ്. 1943 ഏപ്രിൽ 30 സ്പെയിനിന്റെ തീരത്ത് കൈകളിൽ ഒരു സൂട്ട്കേസുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ശവശരീരം എടുക്കുകയാണ്. ആ സ്പെയിനിന്റെ തീരത്ത് ഏതോ ഒരു കപ്പൽ ഛേദത്തിൽ വന്ന പോലത്തെ ഒരു ശവശരീരം വരികയാണ്. ഈ ശവശരീരത്തിന്റെ കയ്യിലുള്ള ആ സൂട്ട് കേസ് അവർ സ്കാൻ ചെയ്ത് നോക്കി. കാരണം ഹിറ്റ്ലറാണ് അന്നത്തെ ആ തരത്തിൽ അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായത് ബ്രിട്ടീഷ് പട്ടാളത്തിലെ മേജർ വില്യം മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളുടെ ഡെഡ് ബോഡിയാണത്. ആ മേജർ വില്യം മാർട്ടിന്റെ ഡെഡ് ബോഡിയിൽ ആ സൂട്ട് കേസിൽ ഉണ്ടായിരുന്നത് ഇവര് ഈ പറയുന്ന ഗ്രീക്ക് ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു രഹസ്യരേഖയാണ്. ഈ രഹസ്യരേഖ പ്രകാരം അവര് ഗ്രീക്ക് ആക്രമിക്കാൻ പോകുന്നു. ഇത് കിട്ടിയതും ഈ സ്പെയിനിൽ നിന്നുള്ള പട്ടാള മേധാവികൾ അത് ഹിറ്റ്ലറെ അറിയിക്കുന്നു. അങ്ങനെ ഹിറ്റ്ലറിന്റെ സൈന്യം പതുക്കെ അവിടെ ആരും അറിയാത്ത രൂപത്തിലേക്ക് അവിടെ ചെല്ലുന്നു. ഈ സമയത്ത് ബ്രിട്ടീഷ് പട്ടാളം ഇറ്റലിയിലെ സിസിലിയ എന്ന് പറയുന്ന രാജ്യം കീഴടക്കുന്നു, ഒരു വെടിയുണ്ട പോലും നശിപ്പിക്കാതെ. ഈ ലോകം കണ്ട ഏറ്റവും വലിയൊരു സ്ട്രാറ്റജീസ് മീറ്റ് ആയിരുന്നു. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഓപ്പറേഷൻ മിൻസ് മീറ്റ് എന്നാണ് അതിന്റെ പേര്. ഓപ്പറേഷൻ മിൻസ് മീറ്റ്. ഇതിനു പുറകിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ആ സ്ട്രാറ്റജി ഞാനത് ബിസിനസ്സിൽ പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ടാൽ പിന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കണ്ട. അതാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പ്രത്യേകിച്ച് മിലിറ്ററി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. ഒരിക്കലും ഞാനിവിടെ നേവിയിൽ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് കമാൻഡർ എന്നോട് പറഞ്ഞു, മനോജ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, വെരി ഗുഡ്, യുവർ മോട്ടിവേഷൻ ഈസ് വെരി ഗുഡ്. പക്ഷെ ഞങ്ങളുടെ മോട്ടിവേഷനും നിങ്ങളുടെ മോട്ടിവേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ മോട്ടിവേഷൻ വെടിയുണ്ടകൾ നെഞ്ചിലേക്ക് കയറ്റാൻ ഉള്ള മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷന് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ പട്ടാളക്കാരെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതിന് വളരെ വ്യത്യാസമുണ്ട്. അവിടെ നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഈ സിസിലിയെ കീഴടക്കണം ബ്രിട്ടീഷ് പട്ടാളക്കാരുകൾ. പക്ഷെ സിസിലിയയിലുള്ളത് ഹിറ്റ്ലറുടെ പട്ടാളമാണ്.
എങ്ങനെയെങ്കിലും അവരെ പുറത്താക്കണം. അതിനുവേണ്ടി ഇയാൻ ഫ്ലെമിംഗ്, നമ്മളുടെ ജെയിംസ് ബോണ്ട് സിനിമയുടെ ഒക്കെ പുറകിലുള്ള ഇയാൻ ഫ്ലെമിംഗ് ഒക്കെ കൂടിയിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കിയാണ്. ആ തിരക്കഥയുടെ രൂപത്തിൽ എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലിൻഡർ മിഷേൽ എന്ന് പറയുന്ന ഒരു എലിവിഷം കഴിച്ച് മരിച്ചുപോയ ഒരു ഭിക്ഷക്കാരന്റെ ശരീരം അവർക്ക് കിട്ടുകയാണ്. ആ ഭിക്ഷക്കാരന്റെ ശരീരം അവര് വില്യം മാർട്ടിൻ എന്ന് പറയുന്ന ഒരു മേജറിന്റെ ശരീരമാക്കി അവർ മാറ്റുകയാണ്. ഒരു ഫാൾസ് ഐഡന്റിറ്റി കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കീശയില് ഒരു മരിക്കുന്നതിന്റെ തലേദിവസം കണ്ട ഒരു ഡ്രാമയുടെ ടിക്കറ്റ് വെക്കുന്നു, ഒരു കാമുകി എഴുതിയ കത്ത് വെക്കുന്നു, മിലിറ്ററി രേഖകളൊക്കെ വെക്കുന്നു. ഒപ്പം തന്നെ ഇവര് ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യം കൊടുത്തു ഇദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളതും, അദ്ദേഹത്തിന്റെ അവദാനങ്ങളെ കുറിച്ചൊക്കെ വളരെ വാഴ്ത്തി, പട്ടാളത്തിൽ ഇന്ന ആളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അങ്ങനെ സംശയത്തിന് യാതൊരു തരത്തിൽ ഇടവരുത്താതെ ഹിറ്റ്ലറിന്റെ സീക്രട്ട് ഏജൻസ് മുഴുവൻ തപ്പിയിട്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാത്ത രൂപത്തിൽ അവർ വലിയൊരു തിരക്കഥയ്ക്ക് രൂപം കൊടുത്തു. അതായിരുന്നു സ്പെയിനിന്റെ തീരത്ത് വന്നടഞ്ഞ ആ ഡെഡ് ബോഡി എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു ചോര ചിന്താതെ വളരെ ഭംഗിയായിക്കൊണ്ട് ഈ പറയുന്ന ബ്രിട്ടീഷ് പട്ടാളം സിസിലിയെ കീഴടക്കുന്നതും ഹിറ്റ്ലറുടെ എല്ലാ ബുദ്ധിശക്തിയെയും പരീക്ഷിക്കുന്ന രൂപത്തിൽ ഇത് ചരിത്രത്തിന്റെ ഭാഗമായത്. ഞാനിത് എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒന്നാം തലമുറയിൽപ്പെട്ട എത്ര ബിസിനസ്സുകാരുണ്ട് ഇവിടെ? ഒന്നാം തലമുറയിൽപ്പെട്ട ബിസിനസ്സുകാർ, അതായത് ഞാൻ തുടങ്ങിയ ബിസിനസ് എന്ന് പറയാവുന്ന ഒന്നാം തലമുറയിൽ ബിസിനസ്സുകാർ. ഞാൻ ഈ പറയുന്ന വാചകം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു വാചകമാണ്. അതാണ് ഞാൻ തുടങ്ങിയത്. ഈ ബിസിനസിന്റെ യാത്രക്കിടയിൽ നിങ്ങൾ കണ്ടെത്തിയ വഴികൾ അത് നിങ്ങളുടേത് മാത്രമായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾ മുന്നോട്ടേക്ക് കുതിക്കുന്നത്. പലപ്പോഴും ആ ബിസിനസ് ജീവിതത്തില് നിങ്ങൾ കടന്നുപോയ ഒരു ജീവിതത്തിന്റെ ഒരു അസന്നിഗ്ധ ഘട്ടമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു അസന്നിഗ്ധ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് ഓർ ബി എ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഈ പദ്ധതി വിജയിച്ചാൽ ഞാൻ മുന്നോട്ടേക്ക് പോകും, ഇല്ലെങ്കിൽ ഞാൻ അതോടുകൂടി ഇല്ലാതായി തീരും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അല്ലാതെ നിങ്ങൾക്ക് റോസാപ്പൂ പിരിച്ച വഴികളായിരുന്നോ മുന്നിലുണ്ടായിരുന്നത്? ആണോ അല്ലയോ? ഹലോ, അല്ലല്ലോ. കാരണം നിങ്ങളുടെ ഓരോ കഥകളും വ്യത്യസ്തമാണ്. ഒരു യൂണിവേഴ്സിറ്റിക്കും പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള കഥകളാണ് നിങ്ങൾക്കുള്ളത്. അത് ഒരാൾക്കും കോപ്പി ചെയ്യാനും പറ്റില്ല. ഇവിടെയാണ് ഒരു ബിസിനസ്സുകാരൻ അവൻ പേടിക്കുന്ന തെളിയിൽ സാധാരണ പറയുന്ന ഒരു വാചകമുണ്ട്, ജെഫ് ബോസ് പറഞ്ഞ പോലെ, നെവർ കോപ്പി എനിവൺ, നെവർ കോപ്പി എനിവൺ, ലേൺ ഫ്രം ദം. 200 പേര് നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ 200 പേർക്കും വിജയിച്ച കഥകള് വ്യത്യസ്തമായ കഥകളാണ്. അവിടെ ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നുപോയിട്ടുണ്ട്. ഇന്ന് ഞാൻ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഐ വിൽ ബിക്കം ദ ബ്രെഡ് ഓഫ് സംബഡി. അങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി 8 മണിക്കൂർ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി സ്വയം 16 മണിക്കൂർ പണിയെടുക്കുന്നവനാണ് ബിസിനസ്സുകാരൻ. അവന് മാത്രമേ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അവന്റെ മുമ്പിൽ മാത്രമേ ചരിത്രങ്ങൾ വഴിമാറുകയുള്ളൂ. 2.5 കൊല്ലം മുമ്പ് വിമൽ എന്നെ വിളിച്ചിട്ട് ഒരു പുതിയൊരു ബിസിനസ് സംരംഭത്തെ കുറിച്ച് സംസാരിക്കുന്നു. കാരണം അദ്ദേഹത്തെ